ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കുറച്ച് സംശയങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്കേർട്ടിലും കുർത്തിയുടെ പാൻറ്റിലുമെല്ലാം നമ്മൾ ഇലാസ്റ്റിക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഹിപ്പ് അളവാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു 40 സൈസുള്ള ഹിപ്പ് അളവാണ്. അതിൻ്റെ 4/1 10 ഇവിടെ എടുക്കുന്നത്. മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുമ്പോൾ നിങ്ങളുടെ ഹിപ്പ് അളവ് എത്രയാണോ അതിൻ്റെ 4/1, അതെല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ 4/1 10 ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ 1 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. നല്ല ബോഡി ഷേപ്പിൽ വരുന്ന പെൻസിൽ ഫിറ്റൊക്കെ ചെയ്യുമ്പോൾ എക്സ്ട്രാ 1 ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 1 ഇഞ്ച് കൊടുക്കുന്നത്. നമ്മൾ ഇലാസ്റ്റിക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു 7-8 ഇഞ്ച് കുറവ് വരും. അപ്പോൾ ഈ ഒരു ലൂസ് കൊടുത്താൽ മതിയാവും. പിന്നെ സീറ്റിൻ്റെ ഏരിയ കുറച്ച് കൂടുതലായവർക്കും കുറച്ച് ലൂസ് വേണമെന്നുള്ളവർക്കും 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം. അതായത് മെറ്റീരിയലിൻ്റെ ഫ്രണ്ടും ബാക്കും പോർഷൻ ഫോൾഡ് ചെയ്തിട്ടിട്ട് ഹിപ്പ് അളവിൻ്റെ 4/1 എത്രയാണോ അതിന് എക്സ്ട്രാ 2 ഇഞ്ച് ലൂസ് കൂടി ആഡ് ചെയ്യണം. ഇനി എടുക്കേണ്ടത് ഇലാസ്റ്റിക് ഇടേണ്ട ആ ഒരു പോർഷൻ്റെ വീതിയാണ്. അപ്പോൾ അത് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ വീതിയാണ് നോക്കേണ്ടത്. ഇലാസ്റ്റിക്കിൻ്റെ വീതി നോക്കാതെ നമുക്ക് ആ ഫോൾഡിങ്ങിൻ്റെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാനിവിടെ 1 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത്. ഇനി ഇലാസ്റ്റിക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് റൗണ്ട് ചെയ്തൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 2/10 കിട്ടുന്നത്. 1 ഇഞ്ചാണെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്യുമ്പോൾ 2 വരേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കറക്റ്റ് ഒരു അളവ് എടുക്കത്തില്ല. കുറച്ച് കൂടുതലായിപ്പോയാൽ ആ ഒരു ഇലാസ്റ്റിക് വെക്കുമ്പോൾ ഫിനിഷിംഗ് ഇല്ലാതെ വരും. അപ്പോൾ ഇതേപോലെ 1/2 ഇഞ്ച് മുകളിൽ നിന്ന് ഫോൾഡ് ചെയ്യണം. ആ ഫോൾഡിങ്ങിലേക്ക് ഇലാസ്റ്റിക് ഇതേപോലെ വെച്ച് കൊടുത്ത് ഫോൾഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് കൂടി ഒന്ന് എക്സ്ട്രാ മാർക്ക് ചെയ്യാം. ഇതാണ് ഇലാസ്റ്റിക് വരേണ്ട ആ ഒരു പോർഷൻ്റെ മാർക്കിങ്ങും തയ്യൽ തുമ്പും. അപ്പോൾ ഇവിടെ കറക്റ്റ് 3/10 കിട്ടിയിട്ടുള്ളത്. തയ്യൽ തുമ്പെല്ലാം ഉൾപ്പെടെ 3/10 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഇലാസ്റ്റിക് ഇടേണ്ട ആ ഒരു വീതി. ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് തെറ്റാതെ കറക്റ്റ് ഫിനിഷിങ്ങോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ആ ഇലാസ്റ്റിക്കിൻ്റെ 1 ഇഞ്ച് വീതി അത് കണക്കാക്കി 2 ഇഞ്ച് 2.5 ഇഞ്ചായിരിക്കും ഇലാസ്റ്റിക് വെക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക് ഇടേണ്ട ആ പോർഷൻ്റെ വീതി 3/10 എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ അതനുസരിച്ച് അവിടെ മാർക്ക് ചെയ്യാം. ഇനി ഒരു അളവിൽ നിന്ന് ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അളവിൽ നിന്ന് എടുക്കുമ്പോൾ വലിച്ചു പിടിക്കാതെ വേണം മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ 15.5 കിട്ടിയിട്ടുള്ളത്. ഫുള്ള് മെഷർമെൻറ്റ് 31 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇതൊരു 40 സൈസിലെ പെൻസിൽ ഫിറ്റ് പാൻറ്റാണ്. അപ്പോൾ ഇതിൽ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് 31 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 9 ഇഞ്ചോളം വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അളവിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ വലിച്ചു പിടിക്കാതെ ഇതേപോലെ വേണം മെഷർമെൻറ്റ് എടുക്കേണ്ടത്. 31 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 32 നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടത്. ഇനി അളവില്ലാതെ ബോഡിയിൽ നിന്നാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടതെങ്കിൽ നമ്മുടെ വേസ്റ്റിൻ്റെ ഏത് ഭാഗത്തേക്കാണോ നമ്മൾ പാൻറ് ഇടേണ്ടത് ആ ഭാഗത്തേക്ക് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് ലൂസാക്കി പിടിക്കാതെ ആ തരുന്ന ആളിൻ്റെ, അതായത് കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമറിൻ്റെ ബോഡിയിൽ എത്രത്തോളം ടൈറ്റായിട്ട് നിൽക്കണം ആ ഒരു ടൈറ്റ് പിടിച്ചിട്ട് വേണം ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു വിഡ്ത്ത് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഹിപ്പ് അളവിൽ നിന്ന് ഹിപ്പ് അളവ് 40 ആണെങ്കിൽ അതിൽ നിന്ന് 7-8 ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഇനി ഈ ഒരു ബോഡി മെഷർമെൻറ്റിന് നമുക്ക് 31 വേണ്ടത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് 32. അപ്പോൾ ഇലാസ്റ്റിക് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് 32 ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കേണ്ടത്. 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ഒരു സൈഡിൽ 16 കിട്ടുന്നുണ്ട്. തയ്യൽ തുമ്പ് ഉൾപ്പെടെ 16 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് അളവിലാണ്. ഇനി സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ഇലാസ്റ്റിക് ഇതേപോലെ കൂട്ടി യോജിപ്പിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒന്നിന് പുറത്ത് ഒന്നായിട്ട് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കട്ടിയൊന്നും കൂടി പോകത്തില്ല. ഇനി പാൻറ്റിലേക്ക് ഇലാസ്റ്റിക് വെക്കാനായി ഇതേപോലെ വെച്ചിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ പുറത്തായിരിക്കും സ്റ്റിച്ചിങ് വരുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് 1/2 ഇഞ്ച് എടുത്തിട്ടില്ലായിരുന്നു, ആ 1/2 ഇഞ്ചിലൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം. ഫോൾഡ് ചെയ്യാതെ സ്റ്റിച്ചിങ് മാത്രം കൊടുത്ത് പോകണം. കറക്റ്റ് റൗണ്ട് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി ഒരേ ലെവലിന് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഈ സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ നമുക്ക് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും.
ഇനി ഇലാസ്റ്റിക് വെക്കുമ്പോൾ ഇതേപോലെ താഴത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് തന്നെ ആ ഇലാസ്റ്റിക്കിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ എടുത്തത് 3/10 ആ അളവ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അളവ് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് വെച്ച് കെട്ടിടാതെ വലിയ കാണിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റിച്ചിങ് നമുക്ക് അഴിച്ചെടുക്കേണ്ടതാണ്, ഒരു റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അതുകൊണ്ട് വലിയ കാണിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇത് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് മറ്റേ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു പോയിന്റ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ആ സ്റ്റിച്ചിങ് കാണാൻ പറ്റും. ആ സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ ഇത് ലെവലിന് നമുക്ക് അടിച്ചു പോകാം. ഇനി ഈ ഒരു എൻഡ് വരുമ്പോൾ ഇലാസ്റ്റിക് നീങ്ങി വരില്ല, അവിടെ ഒരു ചുരുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിങ് റിമൂവ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. ആ ചുളുക്ക് എല്ലായിടത്തും ഒരേപോലെ വരാനായിട്ടാണ് ഇതേപോലെ വലിച്ചെടുക്കേണ്ടത്. മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാതെ തന്നെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഒരു സ്റ്റിച്ച് ആയിരുന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാറി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഫുൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഒരു സ്റ്റിച്ചിങ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കാം. ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.